കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അക്കൗണ്ടിൽ നടന്ന കൃത്രിമം നടന്നിരിക്കുന്നത് ബെഞ്ചമിൻ ഈ ഓഫീസിൽ ചാർജ് എടുത്തതിന് ശേഷമാണ്. എന്നാലും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മുത്തശ്ശി. സഹിച്ചാ മതി. ഇതിപ്പോ ഭാഗ്യത്തിനല്ലേടി ഇത്രയും പണം നമുക്ക് കിട്ടുന്നേ. അല്ലെങ്കിൽ ആ ജയിലിൽ കിടക്കട്ടെ എന്ന് ഇവർക്ക് വിചാരിച്ച പോരായിരുന്നോ? കാശിന്റെ കണക്കും മറ്റും പറഞ്ഞാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടപ്പെട്ടവരല്ലേന്ന് ഞാൻ ഇവൾക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. കേട്ടോ വക്കീലേ? സുകുമാരിയമ്മ എപ്പോഴും നല്ല ഉപദേശങ്ങൾ മാത്രല്ലേ കൊടുക്കാറുള്ളൂ. എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളിരുന്നോ, വരുണിന്റെ അച്ഛൻ പണവുമായി വന്ന നമുക്ക് കാര്യങ്ങൾ സൈൻ ചെയ്യാം. ഏറ്റവും മാന്യമായി ഇരു കക്ഷികളും നല്ല രീതിയിൽ പിരിഞ്ഞു പോകണമെന്നാണ് ഒരു അഡ്വക്കേറ്റിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്ക് അങ്ങനെ ആവാമെന്ന് തോന്നുന്നു, അല്ലേ? യെസ് ബെഞ്ചമിൻ. സർ, വരുൺ പ്രതീക്ഷിക്കുന്നത് പോലെ പ്രിയങ്കയുമായുള്ള വിവാഹമോചനം ഇന്ന് നടക്കുമോ? തന്റെ പ്രിയപ്പെട്ട ചങ്ങാതിയല്ലേ, താൻ പറയൂ. വരുണിനോട് സംസാരിച്ചപ്പോ വരുണിന് അതിനോട് സംശയമൊന്നുമില്ല. ഇവിടെ പരമേശ്വരൻ സാർ പണവും കാത്തിരിക്കുകയാണ്. അതുമായിട്ട് ആർതി വർമ്മയുടെ ഓഫീസിലേക്ക് പുറപ്പെടാൻ വേണ്ടി. ആ ബെഞ്ചമിൻ, ആ പണവും കൊണ്ട് ഏട്ടൻ പുറപ്പെടില്ല. അങ്ങനെ ഒരു പണം കൈമാറ്റം വരുണും പ്രിയങ്കയും തമ്മിലുണ്ടാവില്ല. അവരുടെ വിവാഹബന്ധം വേർപെടുത്താനും പറ്റില്ല. എങ്ങനെ സാർ? എല്ലാവരും ഒരുങ്ങി വന്നിട്ട് താൻ ഫോൺ വെച്ച് കഴിയുമ്പോൾ ചീഫ് അക്കൗണ്ടന്റ് മനോഹർ പുറത്തുനിന്ന് വന്ന് ഏട്ടന്റെ ക്യാബിനിലേക്ക് കയറി പോകുന്നത് കാണാം. അയാൾ കയറി പോകുന്നത് പണം കൊടുക്കാൻ കഴിയില്ല എന്ന വാർത്തയുമായിട്ടാണ്. എന്തായി മനോഹർ, പുറപ്പെടാം നമുക്ക്? സർ, പറയുന്നതിൽ വിഷമമുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ സീസ് ചെയ്തിരിക്കുകയാണ്. സീസ് ചെയ്തെന്നോ? ബാങ്കിലെ സോണൽ ഓഫീസിൽ നിന്നും സീസ് ചെയ്തിരിക്കുകയാണ്. സോണൽ മാനേജർ സാറിനെ വിളിക്കും. മനോഹർ, അവര് പണം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. എന്റെ മകന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ? നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഒരുപാട് കുഴപ്പങ്ങൾ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരത് ബോധ്യപ്പെടുത്താൻ സാറിൻ്റെ അടുത്ത് വരും. അപ്പോ ഇന്നിനി പണം ലഭിക്കാൻ സാധ്യതയില്ലേ? ഇല്ല സർ. പിന്നെ സാറേ, ബാങ്കിന്റെ കാര്യത്തിൽ ഞാൻ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. നമ്മുടെ മാനേജർ ബെഞ്ചമിൻ വന്നതിന് ശേഷമുള്ള ഇടപാടുകളിലാണ് കൂടുതൽ കുഴപ്പമായി അവർ കണ്ടെത്തിയിട്ടുള്ളത്. അയാളെ വിളിക്കേ. ശരി സർ. ബെഞ്ചമിൻ. യെസ്. സാറ് വിളിക്കുന്നു. സർ, ഗുഡ് മോർണിംഗ് സർ.
കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ സീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം അക്കൗണ്ടിൽ നടന്ന കൃത്രിമം നടന്നിരിക്കുന്നത് ബെഞ്ചമിൻ ഈ ഓഫീസിൽ ചാർജ് എടുത്തതിന് ശേഷമാണ്. അതായത് മനോഹർ ലീവിലായിരുന്ന സമയം. എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് പരിശോധിക്കാം സാർ. ഞാനത് പരിശോധിച്ചിരിക്കും. വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യും. എന്റെ കണ്ണിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ ആർക്കും കഴിയില്ല. ഒരു ജന്മം മുഴുവൻ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ പ്രസ്ഥാനം ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് മരണം ഇരന്നു വാങ്ങുന്നതിന് തുല്യമാണ്. കാണാം നമുക്ക്. വരുൺ, എന്താ അച്ഛൻ വരാൻ താമസം? അറിയില്ല. അല്ല, നമുക്ക് കുറച്ച് സമയം കൂടെ നോക്കാം. വരും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താനും ചുമ്മാ ഇരുന്നേ. അച്ഛനെ പറ്റൂ. അതെ, ഞങ്ങൾക്ക് ഈ ഇരിപ്പ് ഒരുപാട് നേരം ഇരിക്കാനൊന്നും പറ്റില്ല. ഒപ്പിട്ട് കാശ് വാങ്ങിച്ചോണ്ട് ഞങ്ങൾക്ക് തിരിച്ചു പോണം. പണവും കൊണ്ട് അച്ഛൻ വരും. അതുവരെ ഒന്ന് ക്ഷമിക്കും. എന്തായാലും കാണിക്കുന്ന ആർത്തിക്കുള്ളത് കിട്ടുന്നുണ്ടല്ലോ. കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. കൃത്യമായ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടാ പൈസ വാങ്ങിക്കുന്നേ. വെറുതെ അല്ലല്ലോ. എന്റെ അവകാശങ്ങൾ മുഴുവനും വിട്ടു തന്നില്ലേ? രാധികെ, പ്രിയങ്കെ, നിങ്ങൾ തമ്മിൽ സംസാരം വേണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കാം. വരുൺ, അച്ഛൻ എവിടെ എത്തിയതോ നോക്ക്. കളഞ്ഞിട്ട് പോവാനും ഞങ്ങൾ മടിക്കില്ല മാഡം. നിങ്ങൾ മടിക്കില്ലെന്ന് എനിക്കറിയാം. പ്രിയങ്ക പറഞ്ഞത് പ്രിയങ്കയുടെ മനസ്സിലിരിപ്പാണെങ്കിൽ പാടുപെടും കേട്ടോ പ്രിയങ്കെ.